ഇപ്പോൾ കേരള സ്പേസ് പാർക്കിൽ ഏകദേശം 300ഓളം കമ്പനീസ് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അതിൽ സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന കമ്പനി, പ്രോബ്ലി എൻഡ് ടു എൻഡ് സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന കമ്പനി ഞങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ അത് മാത്രമല്ല, നമുക്ക് ആ ഒരു ഇത് കൃത്യമായ രീതിയിൽ ഓടണം എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൗതിക സാഹചര്യം ഉണ്ടാക്കുക ഒരു കമ്പനിക്ക് വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ടെക്നോ പാർക്കിനാണെങ്കിലും വെരി റൈറ്റ് ഇൻറ്റൻഷൻസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് സ്ഥലം തരിക എന്നുള്ളത്. പക്ഷേ അവർക്ക് സ്ഥലം അവൈലബിൾ അല്ലായിരുന്നു തരാനായിട്ട്. അപ്പം ഒരു സ്പേസ് കമ്പനിയാണ്, ഫസ്റ്റ് സ്പേസ് കമ്പനിയാണ് എന്ന് പറയുന്നൊരു കൺസിഡറേഷനിലാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം കിട്ടിയത്. സോ ഇൻറ്റൻഷൻ്റെ അഭാവം ഞങ്ങൾ കണ്ടിട്ടേയില്ല കേരളത്തിൽ. ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നൊരു മെൻറ്റാലിറ്റിയാണ് എല്ലാ ഗവൺമെൻറ്റൽ അല്ലെങ്കിൽ ക്വാസി ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിലും അതോറിറ്റീസിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ ചില പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഗവൺമെൻറ്റും ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ വർക്ക് ചെയ്ത് ഈ കമ്പനികളുടെ റണ്ണിങ് കോസ്റ്റ് എങ്ങനെ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എങ്ങനെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ടതാണ്.